2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. ഇനി നടക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. സേമിയയും 2 മുട്ടയും ഉണ്ടെങ്കിൽ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. അതിനായി ഞാനൊരു 200 ഗ്രാം സേമിയ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പാത്രത്തിലോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് ആ പശയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം. ഇതുപോലെ നല്ലതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ നമ്മൾ കൈവച്ച് ഇങ്ങനെ ആക്കി ആ പശ മൊത്തവും അങ്ങ് കളഞ്ഞ് ഊറ്റിയെടുക്കാം. അങ്ങനെ സേമിയയുടെ പശ എല്ലാം പോയി നമ്മളിതാ ഇതുപോലെ കഴുകി ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഇഡലി പാത്രത്തിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഒന്ന് ആവി കയറ്റി ഒന്ന് ഒരു 5 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് വെന്ത് കിട്ടും. ഒരു അടപ്പെടുത്തൊന്ന് അടച്ചു കൊടുക്കാം. ഇതൊന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി ഇതൊന്ന് ആറാനായിട്ട് മാറ്റി വെക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് വേറൊരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് അതിനെ ചൂടാക്കി അതിനകത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്ന് കോരി മാറ്റിയിട്ട് ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങയോ ഒക്കെ ഇതുപോലെ വറുത്തെടുക്കാം. പക്ഷെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ആ തേങ്ങാക്കൊത്ത് മാത്രം മതിയാവും. നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമ്മൾ ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എല്ലാം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ഏത്തക്ക എടുത്ത് ഒരു 4ആയിട്ടൊന്ന് കീറി അതും ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് ഒന്ന് ഈ നെയ്യിലൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ അതൊക്കെ മൂപ്പിച്ചൊന്ന് മാറ്റി വെച്ചപ്പോഴത്തേക്ക് നമ്മളതാ ഈ സേമിയ നല്ല തണുത്ത് നല്ലൊരു പരുവമായി. ഇത് കണ്ട നല്ല വെന്ത് നല്ല ഇതായിട്ടിരിക്കുന്നു. ഇനി നമുക്ക് ഇതിനകത്ത് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇതിനകത്ത് മൊത്തത്തിൽ പിരളത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയെല്ലാം ഇതിനകത്ത് നല്ലതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു വലിയ ടേബിൾ സ്പൂൺ 2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കുക. 1 നുള്ള് ഏലക്കാപ്പൊടി ഇട്ട് 1 നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതും കൂടെ ഇട്ട് എല്ലാം കൂടെ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചു കാലം കൂടെ വേണ്ടി വരും. ഇച്ചിരി കൂടെ ഒന്ന് ലൂസായിരിക്കണം. ഇതൊരു കറക്റ്റ് ഒരു പരുവായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എടുക്കാം. കണ്ടോ? നമുക്കൊരു പാനെടുത്ത് അടുപ്പിൽ വെച്ച് അതൊന്ന് ചൂടാക്കി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊക്കെ ഒന്ന് ഉരുകി വന്നപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ സേമിയ കൂട്ട് തയ്യാറാക്കി വെച്ചേക്കുന്നത് പതുക്കെ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് മേളിലൊന്ന് തടവി ഇതുപോലൊരു സ്പൂണോ എന്തെങ്കിലും വെച്ച് നമ്മളിതൊന്ന് തടവി ലെവലാക്കി എടുക്കാം. ഒരുപോലെ ഇതുപോലെ സ്പൂൺ വെച്ച് ഇതെല്ലാം ആക്കി കൊടുത്തൊന്ന് ലെവലായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഏത്തയ്ക്ക നെയ്യിലൊക്കെ ഒന്ന് വറുത്ത് വെച്ചിരുന്നത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏത്തയ്ക്ക വറുത്തതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തേങ്ങാക്കൊത്ത് വറുത്തത്, അത് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഇതെല്ലാം നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം.
നമ്മൾ പഴം മാത്രം വേണമെങ്കിലും ഇട്ട് കൊടുക്കുക, അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വേണമെങ്കിലും ഇട്ട് കൊടുക്കുക, തേങ്ങാ കൊത്ത് വറുത്തത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. എങ്ങനെ വേണമെങ്കിലും നമ്മളെ ഇതിട്ട് കൊടുക്കാം. ഇതൊന്ന് 7 മിനിറ്റൊക്കെ ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചതാ ഇതുപോലെ ചെയ്തെടുക്കാം. വീഡിയോ ഇത്രയേ ഉള്ളൂ. എത്ര സിമ്പിളായിട്ടാണ് ചെയ്തത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.